നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് രോഗം മറച്ചുവെച്ച 3 പേർക്കെതിരെ കേസെടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ 3 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവർ രോഗം മറച്ചുവെച്ച് സംസ്ഥാനത്തെത്തുകയും എത്തിയ ശേഷവും രോഗവിവരം മറച്ചുവെക്കുകയുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ഇന്ന് 29 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 29 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്ന് 21 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 7 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ ഒരാൾക്കും രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. കൊല്ലത്ത് 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂരിൽ 4 പേർക്ക് കോവിഡ് പോസിറ്റീവാണ്. തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ 3 വീതവും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് 2 വീതവും, എറണാകുളം, പാലക്കാട്, മലപ്പുറം 1 വീതവുമാണ് കോവിഡ് പോസിറ്റീവായത്. ഈ 29 പേരിൽ 21 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 7 പേർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഇതൊരു ആരോഗ്യ പ്രവർത്തകയാണ്. അതേസമയം 127 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 5115 പേരാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഇന്നു മുതൽ ജൂൺ 2 വരെ 38 വിമാനങ്ങൾ കേരളത്തിലേക്ക് വിദേശത്തു നിന്നും സർവീസ് നടത്തുകയും ചെയ്യും. UAE 8, സൗദി അറേബ്യ 4, ഒമാൻ 6, ഖത്തർ 3, കുവൈറ്റ് 2 എന്നീ രാജ്യങ്ങളിൽ നിന്നുമായി ഇത്രയും സർവീസുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ ബഹ്റൈൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, UK, USA, ഓസ്ട്രേലിയ, അർമേനിയ, ഉക്രൈൻ, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോ വിമാനങ്ങൾ കേരളത്തിലെത്തും. 6530 പേർ വിമാനമാർഗം കേരളത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോർക്ക റൂട്ട്സ് പ്രവാസി വിദ്യാർത്ഥി തിരിച്ചറിയൽ കാർഡുകൾക്ക് നൽകി വരുന്ന ഇൻഷുറൻസ് തുക ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അപകട മരണം സംഭവിച്ചാലുള്ള ഇൻഷുറൻസ് തുക 2 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷമായും, അംഗവൈകല്യം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം 1 ലക്ഷത്തിൽ നിന്നും 2 ഉയർത്തി. എന്നാൽ പ്രവാസി ഇൻഷുറൻസ് കാർഡിനുള്ള ആപ്ലിക്കേഷൻ ഫീ കൂടുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.